ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അറബിക് ക്യൂസിനിലെ രണ്ട് മെയിൻ ഡിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്, ഹുമൂസും മുത്തബലും. ഇത് രണ്ടും ഭയങ്കര ഹെൽത്തിയാണ്, ഫേമസ് ആണ്, ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഹുമൂസ് കാണിക്കാം. ഹുമൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അരക്കപ്പിലും കുറച്ച് കുറവായിട്ട് വെള്ളക്കടല ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിന്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് ഒരു 5 വിസിലെങ്കിലും, മീഡിയം ഫ്ലെയിമിൽ 5 വിസിലെങ്കിലും ആക്കിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് തഹനി പേസ്റ്റ് ഉണ്ടാക്കാം. തഹനി പേസ്റ്റ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മുത്തബലിനും ഹുമൂസിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹുമൂസിന് മാത്രമാണെങ്കിൽ 3 ടേബിൾ സ്പൂണ് വെളുത്ത കളറ് എള്ളെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 2 എണ്ണത്തിനും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട്, മുത്തബലിനും കൂടി ആക്കുന്നതുകൊണ്ട് ഞാൻ 6 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിൽ അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ വെളുത്ത എള്ളിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവണം, നല്ലോണം ഒന്ന് റോസ്റ്റായിട്ട് ഇതാ ഈ ഒരു കളറാവണം കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങനെ കളർ മാറണ്ട, എന്നാലും ലൈറ്റായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് എടുക്കും ഇങ്ങനെ കളർ മാറി വരാൻ. ഇനി ഇത് ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ സെയിം ടേസ്റ്റെല്ലാം തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പിടുക. പിന്നെ വേണ്ട 3 ടേബിൾ സ്പൂണ്, ആ ഉപ്പിട്ടിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിന്. നല്ലോണം ഉപ്പിട്ട് പൊടിക്കുമ്പോൾ നല്ലോണം പേസ്റ്റായിട്ട് വരില്ലല്ലോ. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. ഇത് ഞാൻ 2 റെസിപ്പിക്കും വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കിയ. നിങ്ങളിപ്പോൾ ഹുമൂസിന് വേണ്ടി മാത്രമാണെങ്കിൽ 3 ടേബിൾ സ്പൂണ് വെളുത്ത കളർ എല്ലാം എടുത്ത് വറുത്തിട്ട് ഇതേപോലെ എല്ലാ എന്താ പറയുക, ഒലിവ് ഓയിലാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. നേരെ പകുതിയാക്കി എടുത്താൽ മതി. ഞാൻ 2 എണ്ണത്തിലേക്കും കൂടി ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ തഹനി പേസ്റ്റ് റെഡിയായി. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ വേവിച്ച് വെച്ച കടലയിലെ നല്ലോണം കുക്കാവണം കേട്ടോ. അത് ഈ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ തഹനി പേസ്റ്റിൽ നിന്ന് 3 ടേബിൾ സ്പൂണ് എടുക്കുക. നേരെ പകുതി 3 ടേബിൾ സ്പൂണോളാണ് ഉണ്ടാവുക കേട്ടോ. 3 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് വെച്ച് തഹനി പേസ്റ്റ് ഉണ്ടാക്കിയാൽ 3 ടേബിൾ സ്പൂൺ പേസ്റ്റ് തന്നെയാണ് കിട്ടുക. എന്നിട്ട് ഇതിലേക്ക് 3 വലിയ അല്ലി വെളുത്തുള്ളിയും 2 വലിയ സ്കൂപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടി എടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും പിന്നെ ഒരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് ബ്ലെൻഡ് ചെയ്താലേ നല്ല സ്മൂത്തായിട്ട് കിട്ടൂല. ഇത് നല്ല സ്മൂത്തായിട്ടും നല്ല ഫ്ലഫി ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. കുറച്ച് ഐസ് ക്യൂബ്സിലേക്ക് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ടൈമിൽ ഇതേണ്ട, ഒന്നുകിൽ നല്ല തണുത്ത ചിൽഡ് വാട്ടർ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഏറ്റവും ബെറ്റർ. അതിട്ടിട്ട് ഒരു 3-4 ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നാൽ നല്ല ഫ്ലഫി ആയിട്ടും നല്ല അടിപൊളി ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. ഇതേണ്ട ഇങ്ങനെ കിട്ടും. പിന്നെ ഈ ഹുമൂസ് ചിലർക്ക് ചെറിയ ചെറിയ കടലൻ്റെ എന്താ പറയുക തരിതരിപ്പോട് കൂടി ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവുക. ചിലർക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്ന ഇഷ്ടമുണ്ടാവുക. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ലാസ്റ്റിൽ വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. ഞാൻ കടലയിലും തഹനി പേസ്റ്റിലും ഉപ്പിട്ടിട്ടല്ലോ, അതുകൊണ്ടാണ് ഇടാഞ്ഞിന്. പിന്നെ ഇത് ഒരു 1-2 മണിക്കൂർ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ പോയാൽ അധിക റെസ്റ്റോറൻറ്റിലും തണുത്ത ഹുമൂസാണ് സെർവ് ചെയ്യുക. ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിപ്പാണ്. നമ്മൾ മയണൈസ് ഇപ്പം കുബൂസെല്ലാം ഉണ്ടാക്കുമ്പോൾ സൈഡായിട്ട് മയണൈസ് ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ടൈം കഴിക്കുന്നവർക്കൊന്നും ഇത് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷേങ്കിൽ ഇത് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാലില്ലേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാവും കേട്ടോ. ഇതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ചധികം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സെർവ് ചെയ്യണം. ആ ഒലിവ് ഓയിലും ഈ ഹുമൂസും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ നമ്മൾ കുബൂസിലോ അല്ലെങ്കിൽ പീത്ത ബ്രെഡ് അതുപോലെ ഏത് ബ്രെഡിലും ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പാപ്രിക്ക അല്ലെങ്കിൽ മുളക് പൊടിയിൽ ഇതേപോലെ ഫോർക്കിൽ ഒന്ന് കുത്തിയെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാം നമ്മൾ താല്പര്യത്തിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ അറബിക് ചില ഷവർമയിലല്ലേ ഇല്ലേ ഈ മയണൈസിന് പകരം ഈ ഒരു ഹുമൂസ് വെച്ചിട്ടും എല്ലാം റോൾ ചെയ്തെടുക്കും. അപ്പോൾ നല്ല അടിപൊളിയാണ്, ഹെൽത്തിയാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് റെസിപ്പി മുത്തബൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മുത്തബൽ ഉണ്ടാക്കുന്ന എഗ് പ്ലാന്റ് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ വഴുതനങ്ങയില്ലേ
അപ്പോൾ ബ്രിഞ്ചാൾ, അപ്പോൾ ആ സംഭവം തന്നെയാണ്. ഈ ടൈപ്പ് ബ്രിഞ്ചാളാണ് പൊതുവേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനൊരു വലിയ സൈസാണ് എടുത്തതിന്. ഇനി ഇത് നമുക്ക് 2-3 രീതിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കലല്ല, ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഒന്നുകിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുക. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. 3-4 സ്ഥലത്തൊന്ന് കുത്തിയിട്ട് ഉള്ളിൽ പെട്ടെന്ന് വെന്ത് ചൂട് കയറി വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് സാധാരണ ഇങ്ങനെ സ്റ്റവ് ഓണാക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് നമ്മൾ ഇതാക്കിയെടുക്കൂലേ, എന്താ പറയുക, ചുട്ടെടുക്കൂലേ, അങ്ങനെ ചുട്ടെടുക്കാം. അതല്ലെങ്കിലില്ലേ, ഞാനിപ്പോൾ ചുട്ടെടുക്കുന്നില്ല, അതല്ലെങ്കിൽ എയർ ഫ്രയറോ ഓവനോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ബേക്ക് ചെയ്തെടുക്കാം. പക്ഷെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് ചുട്ടെടുക്കുന്നതാണ്. ടേസ്റ്റ് ഒന്നും കൂടി നല്ലൊരു സ്മോക്കി ടേസ്റ്റ് കിട്ടും. പക്ഷേ ചുട്ടെടുത്താൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനെല്ലാം കുറച്ച് പാടായിരിക്കും. പാടെന്ന് പറഞ്ഞാൽ തൊലി കരിഞ്ഞു പോവുമല്ലോ, അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷെങ്കിൽ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചുടുന്നതായിരിക്കും ഒന്നുകൂടി നല്ല. അപ്പോൾ എയർ ഫ്രയറിലോ അവനിലോ വെക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ആദ്യം കുറച്ച് സമയം കമഴ്ത്തി വെക്കുക. എന്നിട്ട് നേരെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. എയർ ഫ്രയറിലായതുകൊണ്ട് ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് കേട്ടോ ഒന്ന് ബേക്ക് ചെയ്തെടുത്ത്. ഞാനൊരു 10 മിനിറ്റ് ആയിരം നേരെ തിരിച്ച് വെച്ച് കൊടുത്ത് എന്നിട്ട് ബാക്കി 10 മിനിറ്റും കൂടി ബേക്ക് ചെയ്ത്. അപ്പോൾ ഇതിങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഇതിലാവുമ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ പിളർന്നിട്ടല്ലേ വെക്കുക, അപ്പോൾ ഇതിൻ്റെ കളറും ഒന്നുകൂടി ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്, എന്താ പറയുക. പക്ഷേ ചില എഗ് പ്ലാന്റ് മാത്രമേ അങ്ങനെ ആവൂ. അന്നേരം ഈ മുത്തബൽ ഉണ്ടാക്കുമ്പോൾ ഒരു എന്താ പറയുക, നല്ല വൈറ്റ് കളർ കിട്ടില്ല, കുറച്ചൊരു ഡാർക്ക് കളറായിട്ടാണ് വരിക കേട്ടോ. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ നമ്മൾ മുറിക്കാണ്ടല്ലേ മുഴുവൻ അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുക, അന്നേരം ഉള്ളിൽ നല്ല വൈറ്റ് കളർ ഉണ്ടാവും. അപ്പോൾ ഇതാ അതിൻ്റെ തൊലിയെല്ലാം ഞാൻ മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് വെച്ചിന്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്കില്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തഹനി പേസ്റ്റില്ലേ, അത് 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം മുത്തബലേനും ഉണ്ടാക്കിയത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹുമൂസ് ഉണ്ടാക്കിയിട്ടാണ്. പക്ഷേ വീഡിയോയിൽ ഞാൻ ഇത് സെക്കൻഡ് കാണിച്ചെന്നേ ഉള്ളൂ. 3 ടേബിൾ സ്പൂൺ തഹനി പേസ്റ്റ്, പിന്നെ ഒരു 2-3 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ ഒരു 3-4-5 എടുത്തോ. പിന്നെ 2 ടേബിൾ സ്പൂണ് നല്ല വലിയ സ്കൂപ്പ് പുളിയില്ലാത്ത തൈര്, ഹാഫ് ചെറുനാരങ്ങൻ്റെ നീര്. ഇനിയിപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതേണ്ട അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അതിൻ്റെ വെളുത്തുള്ളിയെല്ലാം നല്ലോണം അരഞ്ഞു കിട്ടണം. എന്നിട്ട് ഈ നമ്മൾ വഴുതനങ്ങ ഇട്ട് കഴിഞ്ഞാലില്ലേ അധികം ബ്ലെൻഡ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഭയങ്കര പേസ്റ്റ് പോലെ ആക്കണ്ട. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് വേണം. ഇങ്ങനെയാണ് പൊതുവേ മുത്തബൽ ഉണ്ടാവുക. നല്ലോണം ബ്ലെൻഡ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ മുത്തബലിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒലിവ് ഓയിലും പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് അനാറും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ പാസ്ലി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് മുത്തബൽ റെസിപ്പി. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹുമൂസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മുത്തബലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ ഈ 2 റെസിപ്പീസും ഇഷ്ടമായിനെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു, ബൈ.